കർണാടകയിലെ ബുൾഡോസർ രാജിനെ ന്യായീകരിച്ച് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി UP മോഡലല്ല കർണാടകത്തിൽ നടക്കുന്നതെന്നും ഇടതുപക്ഷം തെറ്റായ പ്രചാരണം നടത്തുകയാണെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. വീട് നഷ്ടപ്പെട്ട ആരും വഴിയാധാരമാകില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. ന്യൂനപക്ഷങ്ങളോടുള്ള കോൺഗ്രസ് സമീപനം വ്യക്തമായെന്ന് എ. റഹീം എം.പിയും പ്രതികരിച്ചു. കർണാടകയിലെ കോഗിലു ഗ്രാമത്തിൽ ഫക്കീർ കോളനി, വസീം ലേ ഔട്ട് എന്നിവിടങ്ങളിലാണ് കോൺഗ്രസ് സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് ആളുകളെ ഒഴിപ്പിച്ചത്. ദളിത്, മുസ്ലിം വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശത്തായിരുന്നു നടപടി. ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. എന്നാൽ UP മോഡൽ അല്ല കർണാടകയിൽ നടക്കുന്നതെന്നും വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസം ഉറപ്പാക്കുമെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സ്ഥലം സന്ദർശിച്ച ഇടതുപക്ഷ MP-മാരെ പി.കെ. കുഞ്ഞാലിക്കുട്ടി പരിഹസിച്ചു. സാധാരണ UP-യിലും അവിടെയും ഇവിടെയും കാണുന്നത് പോലെയല്ല. എല്ലാ വിഭാഗം ജനങ്ങളും അതിനകത്തുണ്ട്. മൈനോറിറ്റി മാത്രമൊന്നുമല്ല. പക്ഷേ അവിടെ അറിയിക്കുന്ന ആളുകൾക്ക് വേണ്ട പുനരധിവാസം ഞങ്ങൾ കൊടുക്കും. അതിലെന്തെങ്കിലും ഒരു ന്യൂനത വന്നിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അവർ പറയുന്നുണ്ട്. ആ അപ്രോച്ചാണ് ഇവിടെ. ആരും വഴിയാധാരമാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അല്ലല്ല, അത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അല്ല. എന്തായാലും അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് കാര്യങ്ങൾ ചോദിച്ചറിയാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും. ഒരു കാര്യം മുഖ്യമന്ത്രിയും അവിടുത്തെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയും വ്യക്തമായിട്ടുണ്ട്. ഒരാൾ പോലും അവിടെ വഴിയാധാരമല്ല, അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു. പിന്നെന്താ? കോൺഗ്രസ് സർക്കാരിന്റെ നടപടിക്കെതിരെ CPIM ഇന്നും രംഗത്ത് വന്നു. പാർശ്വവത്കരിക്കപ്പെട്ട ജനങ്ങളോടും മുസ്ലിങ്ങളോടും കോൺഗ്രസിന്റെ സമീപനം ഒരിക്കൽ കൂടി വ്യക്തമായെന്ന് എ. റഹീം MP പറഞ്ഞു. ഇതിനിടെ പ്രശ്നം ചർച്ച ചെയ്യാൻ കർണാടകയിൽ ഇന്ന് വീണ്ടും മന്ത്രിസഭായോഗം ചേരും. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.